ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും ടേസ്റ്റ് ക്വസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്, ബർത്ത്ഡേ വ്ളോഗാണ്. എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ കേക്കും പിന്നെ ഡൊണറ്റും പിന്നെ കുറച്ച് പോപ്സൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇത് രസമലായി കേക്കാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ 2 റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കിയ ഡൊണറ്റും പിന്നെ വെർമിസെല്ലി കൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു പോപ്പ് സ്റ്റിക്കിൻ്റെയും റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്കാം. നമുക്ക് ആദ്യം അടിപൊളി ഡൊണറ്റിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു 1/4 കപ്പ് പാൽ ഇളം ചൂടാക്കിയിട്ട് അതിൽ 2 ടീസ്പൂണോളം ഈസ്റ്റും 2 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് അടച്ചു വെക്കുക. ആ ടൈം കൊണ്ട് നമുക്ക് ഇനി ഡൊണറ്റിലേക്ക് വേണ്ട പൊടിയൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്, മൈദാപ്പൊടി. അതിൽ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു 1/4 കപ്പോളം പഞ്ചസാര, ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതൊന്ന് പൊടിച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കണം. റൂം ടെമ്പറേച്ചറിലാക്കി വെച്ച ബട്ടറാണിത്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഒന്ന് കട്ട കിട്ടുന്ന അവസ്ഥയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ഇപ്പോഴത്തേക്ക് നമ്മളെ ഈസ്റ്റൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഈ മുട്ടൻ്റെ മണമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഈ മിക്സ് ഈ പൊടിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ചെടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ലൂസായി പോരുത്. അപ്പോൾ ഇതിൽ ഒരുവിധം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ ഒരു കൗണ്ടർ ടോപ്പിലോ ഇങ്ങനെയോ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഒരു 5 മിനിറ്റ് കുഴച്ചെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 1-2 മണിക്കൂറേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു നനഞ്ഞ ടവൽ മേലയിൽ ഒന്ന് വെച്ചതിന് ശേഷം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഡോ ഒക്കെ നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ കുറച്ച് പൊടിയൊന്ന് തൂവിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറഞ്ഞ അളവിൽ പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കണം. എന്നിട്ടിങ്ങനെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഡൊണറ്റ് കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഏതെങ്കിലും കുപ്പിയുടെ ടോപ്പൊക്കെ മതി. ഇങ്ങനെ ഡൊണറ്റിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഡൊണറ്റ് കട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഇതിനും പെർഫെക്റ്റ് ആയിട്ടൊക്കെ കിട്ടും. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാനിവിടെ ഒരു ബോട്ടിലിൻ്റെ ടോപ്പ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ ബാക്കിയുള്ള ഡോ ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് വീണ്ടും ഇത് തീരുന്നവരെ നമുക്കിങ്ങനെ റിപ്പീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പരത്തുമ്പോൾ പൊടി കൂടിപ്പോയാൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറഞ്ഞ അളവിൽ പൊടിയിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് പൊടിയിട്ട് നമ്മൾ ഇങ്ങനെ പരത്തിയെടുത്താൽ നമ്മൾ ഈ ഡോ ഭയങ്കര ഒരു കട്ടി പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് കുറഞ്ഞ അളവിൽ പൊടിയിട്ടിട്ടൊന്ന് പരത്തിയെടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇതാ ഇവിടെ എൻ്റെ ഡൊണറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
നമുക്കൊരു പാനിൽ എണ്ണ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇത് ഓരോന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണൻ്റെ ചൂട് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരു മീഡിയം ഫ്ലെയിമായിരിക്കണം. പെട്ടെന്ന് ഇത് കറുത്തു പോകും. ഉള്ളാണെങ്കിൽ വേവും ചെയ്യില്ല. അതുകൊണ്ട് എണ്ണൻ്റെ ചൂടൊന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡോണറ്റൊക്കെ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഈ ഡോണറ്റ്സൊക്കെ ഒന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് മൊഞ്ചാക്കി എടുക്കാം. ഞാനിവിടെ ന്യൂട്ടല്ലാണ് എടുത്തത്. അതിൻ്റെ മേലെ ഇങ്ങനെ ഷുഗർ പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ട്രോബെറീൻ്റെ സിറപ്പാണിത്. അതുകൂടി ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മേലേലും കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പിന്നെ കുറച്ച് പിസ്താച്ചിയോ കൊണ്ടും പിന്നെ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പ്, അങ്ങനെ എൻ്റെ കയ്യിലുള്ള ഓരോ സാധനം വെച്ചിട്ടാണ് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്തത്. അങ്ങനെ നമ്മൾ എല്ലാ ഡോണറ്റ്സും ഞാൻ ഇവിടെ ഓരോ വിധത്തിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ പൊടിച്ചുണ്ടായിരുന്നു, അതുകൂടി ഡിപ്പ് ചെയ്തിട്ട് കുറച്ച് അങ്ങനെയും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ അടിപൊളി ബർത്ത്ഡേ സ്പെഷ്യൽ ഡോണറ്റ് ഇവിടെ റെഡിയായി. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വെർമിസെല്ലി പോപ്പ് സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാക്കറ്റ് വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വളരെ കുഞ്ഞായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കണം. എന്നിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടായി കഴിഞ്ഞാൽ 3 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പൊടിച്ചു വെച്ച വെർമിസെല്ലി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓൾറെഡി ഫ്രൈഡ് വെർമിസെല്ലിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ ടിന്ന് മിൽക്ക് മെയ്ഡാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തത്. അതേപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം തിക്ക് ക്രീമും കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പണിയൊന്നുമില്ല, അതൊന്നൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെഡിയായി. മധുരമൊക്കെ നിങ്ങൾ ആവശ്യമനുസരിച്ചിട്ട് ഉണ്ടെന്ന് നോക്കാം. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ചെറുതായിട്ടൊന്ന് ചൂട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. വളരെ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് റൗണ്ടാക്കി എടുത്തതിന് ശേഷം ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് മെൽട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഈ സ്റ്റിക്കൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ചോക്ലേറ്റിലൊന്ന് മുക്കിയെടുക്കുക. മുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇതാ ഇങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലയിൽ കുറച്ച് ഷുഗർ പ്രിങ്കിൾസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് പിസ്താച്ചിയോ ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഒന്ന് ചേർത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്താൽ നമ്മളെ അടിപൊളി വെർമിസെല്ലി പോപ്പ് സ്റ്റിക്ക് ഇവിടെ റെഡിയായി. അപ്പോൾ വളരെ ഈസിയല്ല ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ കേക്കും ഡൊണറ്റും പോപ്സൊക്കെ ഇവിടെ റെഡിയായി. നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ആ വീഡിയോയും കൂടി നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കാം.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ രസമലായി കേക്കിൻ്റെ റെസിപ്പി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ഇരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായോ വീഡിയോയുമായും ഒക്കെ വരുന്നത് വരെ എല്ലാവരോടും ബായ്. അസ്സലാമു അലൈക്കും. താങ്ക് യു.